എന്റെ പൊന്നു മക്കളെ, ഓട്ടിസം എന്ന് പറയുന്ന അവർക്ക് പുറത്തെ സംഭവങ്ങളൊന്നുമില്ല, അവർക്ക് ഉള്ളിലേക്കാണ്. ശരിക്കും ഇത് ഗട്ട് ഇഷ്യൂ ആണ്. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? ഗിവവേ വെച്ചല്ലോ അണ്ണൻ MBBSന്റെ സാധനം കിട്ടിയത്. അപ്പം തിന്നാ പോരെ, എന്തിനാ കുഴി അണ്ണനെ? പിന്നെ ഓട്ടിസം ഉണ്ടാവുന്നതിന് കാരണം അത് ക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടിസം മാറുമെന്ന് പറയുന്നതിന്റെ അത്ര പൊട്ടത്തരം എന്ത് പറയാൻ. അവൻ ഡോക്ടർ അല്ലെങ്കിൽ ഇത്രയും രോഗികളെ എങ്ങനെ ചികിത്സിച്ചു, എങ്ങനെ ഇത്ര പേരുണ്ടാക്കി? എന്തിനറിയണം? അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ. ഡോക്ടർ മനോജ് ജോൺസൺ ഇൻസ്റ്റഗ്രാമിൽ ഏതാണ്ട് 2,68,000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള വ്യക്തിയാണ്. ഇദ്ദേഹം ഓട്ടിസത്തിനെ പറ്റി സംസാരിച്ച ഒരു വീഡിയോ 1-2 ഡോക്ടേഴ്സ് എടുത്ത് ഇദ്ദേഹം പറയുന്നത് പൊട്ടത്തെറ്റാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് അഗനിസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഷഹബാസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡോക്ടറാണ്. പുള്ളി അതിന് റിയാക്ട് ചെയ്ത് ChatGPTയുടെ ഒരു സ്ക്രീൻഷോട്ടും വെച്ചിട്ടുണ്ട്. ഈസ് ഓട്ടിസം ഡ്യൂ ടു ഗട്ട് ഇഷ്യൂ? ChatGPT പറയുന്നത് നോ, ഓട്ടിസം ഈസ് നോട്ട് കോസ്ഡ് ബൈ ഗട്ട് പ്രോബ്ലം എന്നാണ്. Autism start very early, before birth or around birth, not later in life. ഒരുമാതിരി കണ്ണി ചോരലെ ചവർത്താനും പറയടേ. ജനിക്കുമ്പോ എല്ലാ കുട്ടികളും ഓക്കെയാണ്. അതിനകത്ത് 80% കണ്ടീഷൻ സംഭവിക്കുന്നത് വെച്ചാൽ ജനിക്കുമ്പോ ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. 1-2 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല. അത് ശരിയാണ്. 1-2 വയസ്സ് വരെ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് സംതിങ് അബ്നോർമൽ. 1-2 വയസ്സ് വരെ ചില കുട്ടികളിൽ നോർമലായിട്ട് കാണപ്പെടാം. അതിന്റെ അർത്ഥം അവർക്ക് ഓട്ടിസം ഇല്ല എന്നുള്ളതല്ല. 1-2 വയസ്സ് കഴിഞ്ഞതിന് ശേഷമല്ല ഓട്ടിസം വരുന്നതെന്നുള്ളതല്ല. അപ്പം എഗെയിൻ മണ്ടത്തരമാണ് നമ്മുടെ ഡോക്ടർ മനോജ് പറഞ്ഞിരിക്കുന്നതെന്നാണ് മറ്റേ ഡോക്ടർ പറയുന്നത്. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. അത് കഴിഞ്ഞേച്ചാണ് ചിലപ്പം ചില വാക്സിനേഷന്റെ ഭാഗമായിട്ടാവാം. വാക്സിൻ മാഫിയ, വാക്സിൻ സൈഡ് എഫക്ട് ഓട്ടിസം. വാക്സിനേഷന്റെ ഭാഗമായിട്ട് ഓട്ടിസം ഉണ്ടാകില്ല, അത് ക്ലിയർ ആണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് സ്റ്റഡി നടക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. പിന്നെ നാണക്കെടുത്തി. ചിലപ്പം ചില മെഡിസിന്റെ ഭാഗമായിട്ടാകാം. കട്ടപ്പാറ എവിടെ കാണുന്നില്ലല്ലോ നിനക്ക് തരാൻ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഗട്ടിനകത്ത് PhD എടുത്തെന്നും പറഞ്ഞിട്ട് അണ്ണ ഇത് ഇങ്ങനെ തള്ളാവണേ. ആ ബാക്ടീരിയാസ് ശരിക്കും പറഞ്ഞിരിക്കും നമ്മുടെ കഞ്ചാവിലെ ഉള്ള സെയിം കെമിക്കൽ സ്ട്രക്ചർ ആണ് ഈ ബാക്ടീരിയയുടെ സ്ട്രക്ചറും. ഇതിന്റെ അടിയിൽ വന്ന കുറെ കമന്റ്സ് നിങ്ങൾ കാണണം. അത് കുറെ ഡോക്ടേഴ്സ് വന്ന് ഇതിന്റെ അടിയിൽ കമന്റ്സ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സൗമ്യ എന്ന് പറയുന്ന വേറെ ഡോക്ടർ വന്നിട്ട് ഒരു കമന്റ് ഇട്ടേക്കുന്നു. ഇയാളെ കൺസൾട്ട് ചെയ്ത് കുറെ ആൾക്കാർ ഇവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിന് ചെന്നപ്പോ തന്നെ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഞങ്ങൾ എടുത്തെന്ന്. ആളുകളെ പൊട്ടന്മാരാക്കി പേരും പ്രശസ്തിയും നേടി അത് വെച്ചിട്ട് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ വെറും നാറിയ പരിപാടി വേറെ ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാമോ? എന്നാ പിന്നെ ഞാനങ്ങട്